ഹായ്. ഈ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഓരോ കാട്ടായങ്ങളെക്കുറിച്ച് നമ്മൾ ഈ ഇടയ്ക്ക് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഈ ഗുരുവായൂരൊക്കെ തുലാഭാരം തൂക്കുന്നതിനകത്തും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളിനകത്ത് ഓരോ പൂജ നടത്തുന്നതിനകത്തൊക്കെ ഈ അമിതമായിട്ടുള്ള ചാർജ് ഈടാക്കുന്നതായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ചില ക്ഷേത്രങ്ങളിൽ ഈ വാഹന പൂജയ്ക്ക് ഓരോന്നിനും സെപ്പറേറ്റ് എമൗണ്ട്, അതായത് ബൈക്കിനൊരു എമൗണ്ട്, കാറിന് വേറെ എമൗണ്ട്, ലോറിക്ക് വേറെ, അങ്ങനെ പല എമൗണ്ടൊക്കെ വെച്ചതിന് ശേഷം താക്കോൽ പൂജ അല്ലെങ്കിൽ വാഹന പൂജ നടത്തുന്നതായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെന്തിനാണ് അങ്ങനെ സെപ്പറേറ്റ് ഇത്രയും എമൗണ്ടൊക്കെ വെച്ചിട്ട് പഴം വെച്ച് തുലാം വാരം തൂക്കുന്നതിന് ഒരു എമൗണ്ട്, ഒരു സംഭവം തന്നെയാണ് അവർ വീണ്ടും ഉപയോഗിക്കുന്നത്. പിന്നെ എന്തിനാണ് ഇത്ര എമൗണ്ട് എന്നൊക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഇടയ്ക്ക് ഞാനൊരു വീഡിയോ കണ്ടത്, ഒരു മറ്റേ ഹസ്ബൻഡ് വൈഫുമാണ്. ഇവർ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തിയപ്പം അവർക്കുണ്ടായൊരു അനുഭവമാണ്. പ്രയോറിറ്റി ക്യൂ, അതായത് തോനെ കാശുള്ളവർക്ക് ആദ്യം കയറാം. ഞാനും ഫേസ് ചെയ്തിട്ടുള്ള ഇഷ്യൂ തന്നെയാണ് അത്. അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നത് തന്നെയാണ്. അപ്പോഴാണ് ഇങ്ങനൊരു വീഡിയോ കാണുന്നത് ഞാൻ. അതെന്തിനാണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. അത് ഈ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലും അങ്ങനെ നടത്തുന്നു, ഗുരുവായൂരും. ഇവിടെ രണ്ടിടത്ത് പോകണം ഞാൻ മെയിനായിട്ടും കണ്ടെത്തുള്ളൂ. രണ്ട് ദേവസ്വം ബോർഡിൻ്റെയാണ്. ഗുരുവായൂർ എന്ന് പറയുമ്പോൾ ഗുരുവായൂർ ദേവസ്വം ബോർഡാണ്. പിന്നെ മറ്റേത് ഈ പറഞ്ഞതുപോലെ ഈ കാശുള്ളവന് ആദ്യം ദൈവത്തിനെ കാണാമെന്ന് പറയുന്നത് അതെന്തൊരു ഏർപ്പാടാണെന്നുള്ളതാണ് അല്ലേ. അത് പണ്ടത്തെ ഈ മറ്റേ തൊട്ടുകൂടായ്മയൊക്കെ നമുക്ക് ആലോചിച്ച് പോകും. അതായത് മറ്റുള്ളവരെല്ലാം അവിടെ നിന്ന് മണിക്കൂറോളം നിന്ന് ക്യൂ നിന്നിട്ട് വേണം ഭഗവാനെ കാണാനായിട്ട്. കാശുണ്ടെങ്കിൽ അവൻ ആദ്യം കയറാം അല്ലേ. അതൊക്കെ എന്ത് വൃത്തിയായിട്ട് ഏർപ്പാടാണെന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം ഗവൺമെൻറ്റിൻ്റെ ഒരു രാജ്യം ഭരിക്കുന്ന അല്ലെങ്കിൽ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമല്ല അവിടെ ഉള്ള ക്ഷേത്രങ്ങൾ നോക്കി നടത്തുക എന്നുള്ളത്. പിന്നെ എന്തിനാണ് അത് പണ്ടുള്ളവന്മാർ ചെയ്തു വെച്ച എന്തോ പരിപാടിയാണ്. രാജാക്കന്മാർ ആയിട്ട് ഉണ്ടാക്കി വെച്ചെന്തോ ഒരു സംഭവത്തിൻ്റെ പേരിലാണ് ഇപ്പോഴും ഇവർ ഈ ഹിന്ദു ദേവാലയങ്ങൾ കുറേ എണ്ണം കൈയടക്കി വെച്ചിരിക്കുന്നത്. അതുപോലെ മുസ്ലിംസിന് ക്രിസ്ത്യൻസിന് ആ ഒരു പ്രശ്നമില്ല, കാരണം അതൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. പക്ഷേ ഇതെല്ലാം ഈ കുറേ ക്ഷേത്രങ്ങൾ അന്ന് രാജാക്കന്മാരുടെ കയ്യിലിരുന്ന ക്ഷേത്രങ്ങളാണ് ഇപ്പം ഈ ദേവസ്വം ബോർഡിൻ്റെ അണ്ടറിലോട്ട് വന്നിരിക്കുന്നത്. അതിൻ്റെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഈ പറഞ്ഞതുപോലെ അതണക്കിന് ഈ ദക്ഷിണ ഇടുന്ന കാര്യത്തിനകത്തും, അതായത് നമ്മൾ ഈ പൈസ അങ്ങോട്ട് ഇടുമല്ലോ, നാണയം ഇടുമല്ലോ, കാണിക്ക ഇടുന്നത്, അതൊരു പന്ന പരിപാടിയാണ്. ഈ ഒരുപാട് എമൗണ്ടൊക്കെ കൊണ്ടിടുക. ചില ആളുകൾ ഈ സ്വർണ്ണത്തിൻ്റെ ഓരോ സംഭവങ്ങളൊക്കെ കൊണ്ടിടുക. ഇതെല്ലാം കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ആർക്കും ഈ പറഞ്ഞൊക്കെ ഒരു ബെനിഫിറ്റ് ഉണ്ടാകുന്നില്ല. ദേവസ്വം ബോർഡ് ഉണ്ടായതിനൊക്കെയും ഓരോ ക്ഷേത്രങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ വല്ലാത്ത അവസ്ഥയാണ് അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം. പിന്നെ ഇതൊക്കെ പൈസ എങ്ങോട്ട് പോകുന്ന ആർക്കും അറിയത്തില്ല. ഞാൻ പറയാം, നിങ്ങൾ